ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് വലിയ കരിപ്പാത്രങ്ങളോ അങ്ങനെ ഒന്നുമില്ല. അത്യാവശ്യം നല്ല കാറ്റടിക്കുന്നതിനെ കൊണ്ട് മുറ്റത്തിട്ട് വേവിച്ചെടുക്കാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് വീട്ടിനകത്ത് വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത്. പിന്നെ സാധാരണ ഇപ്പം നമ്മളെ വീട്ടിൽ എങ്ങനെയാണോ നിൽക്കുന്നത് വലിയ ചമയങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇതുപോലൊക്കെ തന്നെയാണ്. പിന്നെ ഇതുപോലുള്ള നമ്മളെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട് കാണാനായിട്ട് കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെന്നൊക്കെ അറിയുന്നതിൽ നിങ്ങൾ അയക്കുന്ന മെസ്സേജൊക്കെ വായിച്ചെടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ എന്തായാലും നമ്മളെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ പുതിയതായിട്ടൊക്കെ വന്നിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നമ്മളെ കൂടെ നിൽക്കുന്ന എല്ലാവരും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനൊക്കെ വിട്ടു പോകരുത് കേട്ടോ. പിന്നെ ഇന്നിപ്പോൾ രാവിലെ പാത്രങ്ങളെല്ലാം കഴുകിപ്പറക്കി എടുക്കണം. ഇനിയിപ്പോൾ വലയടിക്കണമെന്നുണ്ട്. വലയടിക്കണമെന്ന് വെച്ചാൽ മാറാലേക്ക് അടിച്ച് വീട്ടിനകം ഒന്ന് ക്ലീൻ ചെയ്ത് എടുക്കണമെന്നുണ്ട്. പിന്നെ വീഡിയോ എടുത്ത് തരാനായിട്ട് ആരും ഇല്ലാത്തതിനെ കൊണ്ട് ഒരു സൈഡിൽ വെച്ചിട്ട് എടുക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ ഞാനൊരു വീഡിയോ എടുക്കാം. പിന്നെ കഴിഞ്ഞൊരു ദിവസമാണെങ്കിൽ നമ്മൾ ചെറിയൊരു ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൽ കുറച്ച് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു ഇടത് കൈ വെച്ചിട്ടാണോ പാചകം ചെയ്തെടുക്കുന്നതെന്ന്. ഇപ്പോഴും നമ്മൾ ഈ ഒരു പാത്രങ്ങൾ കഴുകി എടുക്കുമ്പോഴത്തേക്ക് ഇടത് കൈ വെച്ച് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നത്തുള്ളേ. അങ്ങനെ ഒന്നും അല്ല. നമ്മൾ സെൽഫിയിൽ വീഡിയോ എടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഇതുപോലെ കിട്ടത്തുള്ളൂ. വലത് കൈ വെച്ചിട്ട് തന്നെയാണ് പാചകം ചെയ്തെടുക്കുന്നത്, പാത്രം കഴുകുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വലത് കൈ വെച്ചിട്ടാണ് കേട്ടോ. നമുക്കതല്ലേ ഏതും കിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്നിപ്പോൾ ഈ ഒരു വീഡിയോയുടെ കൂടെ പറഞ്ഞില്ലെങ്കിൽ പിന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡൗട്ട് തോന്നുന്നെങ്കിൽ. പിന്നെ നേരത്തേക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ ക്യാമറയ്ക്ക് മുന്നിൽ വരാതെ പിന്നിൽ നിന്നും കൊണ്ടാണല്ലോ നമ്മൾ വീഡിയോ ഇട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ അതൊക്കെയാണെന്നുണ്ടെങ്കിൽ നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പോഴും മാത്രം ഞാൻ ഇങ്ങനെ വന്നതിന് ശേഷം എനിക്കിങ്ങനെയാണ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ എനിക്കും ഡൗട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. വീഡിയോ എല്ലാം എഡിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് എല്ലാം ഇടത് കൈയായിട്ടൊക്കെ വരുന്നത്. അങ്ങനെ ഞാൻ പിന്നെ വേറെ യൂട്യൂബിലൊക്കെ കയറി ഒത്തിരി ഞാനിങ്ങനെ നോക്കിയപ്പോൾ ഒരുപാട് പേരും ചെയ്യുന്ന കാര്യങ്ങളെന്ന് പറയുമ്പോൾ സെൽഫിയിൽ നമ്മൾ എടുക്കുമ്പോൾ ഇതുപോലെ കിട്ടത്തുള്ളൂ. അപ്പം ഞാനും അവിടെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ഡൗട്ട് ഇന്നിപ്പോൾ ഈ ഒരു വീഡിയോയുടെ കൂടെ തന്നെ ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ നമ്മളൊരു വീഡിയോയ്ക്ക് മുന്നിൽ വരുമ്പോഴാണെങ്കിലും പിന്നിലാണെങ്കിലും ഞങ്ങൾ ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനായിട്ടുള്ളത് നമ്മൾ ഇടുന്ന ഡ്രസ്സും കാര്യങ്ങളും മാന്യമായിട്ടുള്ളതാണോ. പിന്നെ ഇപ്പോൾ ഒരു ഷോൾ ഇടുന്ന കാര്യത്തിലാണെങ്കിലോ അല്ലാതെ തന്നെ നമ്മൾ ഒരുങ്ങുന്ന കാര്യത്തിൽ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അത് കണക്കല്ലേ നമുക്ക് പോകാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ എന്തായാലും മനസ്സിലാക്കി കാണുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടമായി സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും വിട്ടുപോവല്ലേ.